السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه الفائزين. أما بعد فأوصيكم وإياي أولا بتقوى الله. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നതിൻ്റെ കാര്യത്തെപ്പറ്റിയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. കേവലം ഒരു മുസ്ലിമായാൽ മാത്രം പോരാ, ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ തിളങ്ങി കാണണം. അവനാണ് പരിപൂർണമായ ഒരു മുഅ്മിൻ. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് കടക്കണം എന്ന വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം, അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരൽപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. ദീനുൽ ഇസ്ലാമിലെ ഒരംഗമായി നമുക്ക് മാറാൻ കഴിഞ്ഞുവെന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു തആലയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചത് എണ്ണിക്ലിപ്തമാക്കാൻ പോലും സാധ്യമല്ലാത്ത അത്രത്തോളം ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം ജീവിക്കുന്ന ജീവിത രീതി പരിശോധിക്കുമ്പോൾ നമ്മുടെ ഓരോ സെക്കൻഡുകളും നാം ശ്വസിക്കുന്ന ഓക്സിജൻ, അതുപോലെ കുടിക്കുന്ന വെള്ളം, നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുവോ ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് ഔദാര്യമായി നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. എന്നാൽ അനുഗ്രഹങ്ങൾ അള്ളാഹു തആല ഈ ലോകത്ത് എല്ലാവർക്കും ഒരേ അളവിലല്ലല്ലോ നൽകുന്നത്. ചിലർക്ക് അള്ളാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകും. അവരെ അപേക്ഷിച്ച് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു പക്ഷെ കുറവായിരിക്കാം. എന്തായാലും അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിക്ലിപ്തമാക്കാൻ കഴിയാത്ത അത്രത്തോളം ഓരോ വ്യക്തികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പ്രകടിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരുമാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നാം വിലയിരുത്തുമ്പോൾ പലർക്കും പലതും പറയാനുണ്ടാകും. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ത് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതായിരിക്കില്ല നിങ്ങൾപ്പെട്ട ഒരാൾക്ക് പറയാനുണ്ടാകുന്നത്. പലരോടും ചോദിക്കുകയാണ്, നിനക്ക് ഈ ലോകത്ത് വെച്ച് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും, എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു നല്ലൊരു ടെറസിന്റെ വീട് നിർമ്മിക്കുക എന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്കത് സാധിച്ചു, അതന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചില ആളുകൾ പറയും. എൻ്റെ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന 2-3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ അനുയോജ്യരായ ഭർത്താക്കന്മാരെ കൂടെ വീട് വിട്ട് ഇറക്കി വിടണമെന്നത് എൻ്റെ ഒരു അഭിലാഷമായിരുന്നു. ആ അഭിലാഷം പൂവണിഞ്ഞു. സന്തോഷകരമായിട്ട് അവർ ഭർത്താക്കന്മാരോട് കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതന്നെയാണ് എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് ചില ആൾക്കാർ പറയും. ഇങ്ങനെ ഓരോ ആളുകളോട് ചോദിച്ചാൽ സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ആളുകൾക്ക് സന്താനം ജനിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമായിട്ട് അനുഭവപ്പെടും. രോഗം കൊണ്ട് ഒരുപാട് കാലം പ്രയാസപ്പെട്ട ഒരാൾക്ക് രോഗത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് അതാണെന്ന് അദ്ദേഹം പറയും. ഇങ്ങനെ ഓരോ ആളുകളോട് ചോദിച്ചാലും വ്യത്യസ്തമായിരിക്കും ഈ ചോദ്യത്തിന്റെ മറുപടി. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്ത് വെച്ച് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ നമുക്ക് പലതും പ്രധാനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ അനുഗ്രഹം ഏതെന്നോ അതിനെല്ലാവർക്കും പറയാനുള്ള മറുപടി ഒന്നാണ്. എന്താ? ദീനുൽ ഇസ്ലാമിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഹിദായത്ത്,
അള്ളാഹു തആല നൽകി. നമ്മെ അള്ളാഹു തആല മുസ്ലിമീങ്ങളാക്കി മാറ്റി. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. അതിന് താഴെയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലോകത്ത് നാം ഈ എണ്ണിപ്പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം ഇവിടെ മരിക്കുവോളം നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാ. മരിക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം ഇവിടെ ഇട്ടേച്ചുകൊണ്ടല്ലേ നമ്മൾ യാത്രയാകുന്നത്. എന്നാൽ നാം മരിച്ചാലും കൂടെ കൊണ്ടുപോകുന്ന, അല്ല നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന ആ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ഇസ്ലാമിലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ അനുഗ്രഹം. ഈ അനുഗ്രഹമല്ലേ ഏറ്റവും വലുത്? തീർച്ചയായിട്ടും ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ആ അനുഗ്രഹത്തിനാണ് നാം അല്ലാഹു തആലയോട് നന്ദി പറയേണ്ടത്. മറ്റുള്ള അനുഗ്രഹം ചെറുതാണെന്നല്ല പറഞ്ഞതിനർത്ഥം. അതിനേക്കാളൊക്കെ വലിയ അനുഗ്രഹമായി അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹം നമ്മളൊക്കെ മുഅ്മിനീങ്ങളായി എന്ന അനുഗ്രഹം തന്നെയാണ്. കാരണം ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് നമ്മൾ കയറി വന്നത് അല്ലാഹു തആലാന്റെ വരദാനമായി, അള്ളാന്റെ കേവല ഔദാര്യമായിട്ട് തന്നെയാണ്. ഒന്നും കഴിവുകൊണ്ടല്ല. നമ്മളൊക്കെ ഇസ്ലാമിനെ പറ്റി പഠിച്ച് മറ്റ് മതങ്ങളെ പറ്റി പഠിച്ച് ഒരു താരതമ്യ പഠനം നടത്തിയപ്പോൾ ഇസ്ലാമാണ് ശരി, മറ്റുള്ള പ്രസ്ഥാനങ്ങളൊന്നും ശരിയല്ല എന്ന് ബോധ്യം വന്നിട്ട് ഇസ്ലാമിലേക്ക് വന്നവർ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആളെയും കാണില്ല. ഇസ്ലാമിനെ പറ്റിയും മറ്റ് മതങ്ങളെ പറ്റിയെല്ലാം പഠിച്ചപ്പോ ഇസ്ലാം മതം തന്നെയാണ് സത്യപ്രസ്ഥാനം, മറ്റുള്ളതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇസ്ലാമിലേക്ക് കടന്നവരല്ല നമ്മളൊന്നും. നമ്മളൊക്കെ എങ്ങനെയൊക്കെയോ ഇസ്ലാമിലെത്തി. നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായിരുന്നു, മുസ്ലിം കുടുംബത്തിൽ നമ്മൾ പിറന്നു. ഈ കാരണം കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മുസ്ലിമീങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. മറ്റ് പല ആളുകൾക്കും മുസ്ലിംകളായ മാതാപിതാക്കൾക്ക് ജനിക്കാൻ അവസരമുണ്ടായില്ല, ഭാഗ്യമുണ്ടായില്ല. അവർ അങ്ങനെ അന്യമതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും അവർ മറ്റ് മതത്തിലൂടെ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മുടെ ഉമ്മയും ബാപ്പയും കുടുംബവും തറവാടും ഒക്കെ മുസ്ലിം തറവാടായി, മുസ്ലിം കുടുംബമായി, മുസ്ലിം മാതാപിതാക്കളായി. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തിന്റെ കാരണം. അപ്പൊ നാം എത്ര ഈ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തണം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു തആല നൽകിയ ഈ അനുഗ്രഹം ഉണ്ടല്ലോ, ഈ അനുഗ്രഹത്തെ നാം ആഴത്തിലൊന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ എത്ര തന്നെ നാം നന്ദി രേഖപ്പെടുത്തിയാലും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സെക്കൻഡുകളും അല്ലാഹു തആലക്ക് വേണ്ടി വഴിപ്പെട്ട് അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിയാലും ആ അനുഗ്രഹത്തിന്റെ യഥാർത്ഥ നന്ദിയായി എന്ന് മാറില്ല. അത്രയും വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത വല്ല മതങ്ങളും ആരെങ്കിലും തേടി പിടിച്ചാൽ, അതിൽ മെമ്പർഷിപ്പ് എടുത്താൽ അവൻ നാളെ പരലോകത്ത് പരാജയപ്പെട്ട ആളുകളെ കൂട്ടത്തിലായിരിക്കും. ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം ദീൻ മാത്രമാണെന്ന് മറ്റൊരായത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. ആ സ്വീകരിക്കപ്പെടുന്ന മതത്തിൽ നമ്മൾ എത്തിപ്പെട്ടു. മറ്റുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രം ഉപയോഗിക്കാനുള്ളതാ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നശ്വരമായ ലോകത്ത്, നശ്വരമായ ലോകം എന്നൊക്കെ പറഞ്ഞാൽ നാം തന്നെ പറയേണ്ടത് നൈമിഷികമാണത്. ഇനി വരാനിരിക്കുന്ന അതിവിശാലമായ ആ ലോകത്തേക്ക് ചേർത്തി നോക്കുമ്പോ നമ്മുടെ ഈ ഭൗതികമായ ലോകം നൈമിഷികമാണ്, നശ്വരമാണ്, ക്ഷണികമാണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവസാനിക്കുന്ന ലോകമാണ് ഈ ലോകം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ ജീവിതവും വരാനിരിക്കുന്ന പാരത്രികമായ ലോകത്തെ ജീവിതവും രണ്ട് കാലത്തിന്റെയും വ്യത്യാസങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് തിരിയാൻ വേണ്ടി, നമുക്ക് തിരിയുന്ന ഭാഷയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ല അൻ യജ്അല അഹദുകും ഇസ്ബഅഹു ഫിൽ യം ഫൽയൻദുർ ബിമാ യർജിഉ. ഈ ഭൗതികമായ ലോകവും
വരാനിരിക്കുന്ന പാരത്രികമായ ലോകവും തമ്മിലുള്ള ബന്ധം എതുപോലെയാണെന്നോ? നിങ്ങൾപ്പെട്ട ഒരാള് തന്റെ കൈവിരല് സമുദ്രത്തിലേക്ക് മുക്കുക, എന്നിട്ട് ആ കൈ ഉയർത്തുമ്പോൾ ആ സമുദ്രത്തിൽ നിന്ന് വെള്ളത്തിന്റെ അംശങ്ങൾ കയ്യിൽ പറ്റിപ്പിടിച്ച് കാണും. ആ പറ്റിപ്പിടിച്ച് കിടക്കുന്ന വെള്ളത്തിന്റെ അംശവും കടലിൽ ഇനി ബാക്കിയുള്ള വെള്ളവും തമ്മിലുള്ള അനുപാതം ഏതുപോലെയാണോ ഇതുപോലെയാണ് ഈ ലോകത്തെ ജീവിതവും ഇനി വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ ജീവിതത്തിന്റെ ദൈർഘ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കാര്യം ബോധ്യമാകും. യഥാർത്ഥത്തിൽ പാരത്രികമായ ലോകമെന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്, അനശ്വരമാണ്, ഒരിക്കലും കണക്കാക്കാൻ പറ്റാത്ത ഒരു ലോകമാണത്. കണക്കില്ല, ശാശ്വതമാണ്, അവസാനിക്കൂല. ഇവിടത്തേത് അവസാനിക്കുന്നതാണ്. അവസാനിക്കുന്ന ലോകവും അവസാനിക്കാത്ത ലോകവും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുക എന്ന് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് തിരിയാവുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണിത്. അത്രയും വിശാലമായ ആ ലോകത്ത് നമുക്ക് വിജയം കിട്ടുവാൻ നിമിത്തമായി തീരുന്നത് ഇസ്ലാമിലേക്കുള്ള മെമ്പർഷിപ്പ് ലഭിച്ചത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ എത്ര വലിയ കോടീശ്വരന്മാരായാലും എത്ര മക്കൾ ജനിച്ചാലും എന്തെല്ലാം അനുഗ്രഹം, ഇവിടെ വലിയ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് നല്ല ആരോഗ്യത്തോടു കൂടെ വലിയ സമ്പത്തിന്റെ ഉടമയായി ജീവിക്കുക എന്നതാണല്ലോ വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹം എത്ര വലിയ സമ്പത്തിന്റെ ഉടമയാണെങ്കിലും എത്ര വലിയ അനുഗ്രഹം നേടിയ വ്യക്തിയാണെങ്കിലും നാളെ അയാൾക്ക് പരലോകത്ത് സ്വർഗത്തിൽ കടക്കാൻ കഴിയാതെ കാഫിറായി ഇവിടെ നിന്ന് മരിച്ചു പോയിട്ട് നരകത്തിൽ കടക്കേണ്ടി വന്നാൽ അയാൾ ഇവിടെ വെച്ചുകൊണ്ട് അനുഭവിച്ച ആ സുഖങ്ങളും അനുഭൂതികളുമൊന്നും അയാൾക്കൊരു അനുഭൂതിയായി തോന്നുകയേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. സുഖലോലുപനായി ജീവിച്ചവനാണ്, ആഡംബരങ്ങൾക്ക് മധ്യത്തിൽ കഴിഞ്ഞുകൂടിയവനാണ്, എല്ലാ സുഖവും കിട്ടി ജീവിച്ചു. പക്ഷെ മുസ്ലിം ആവാൻ മാത്രം ഭാഗ്യം കിട്ടിയില്ല. അങ്ങനെ പരലോകത്ത് നരകത്തിൽ കടക്കേണ്ടി വന്നാൽ നരകത്തിന്റെ ചൂട് ഒരൽപ്പം സഹിക്കുമ്പോഴേക്ക് അവൻ ഈ ദുനിയാവിൽ നിന്ന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും അയാൾക്ക് നിസ്സാരമായി ചെറുതായി തോന്നാൻ തുടങ്ങും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഏറ്റവും അധികം അനുഗ്രഹം സമ്പാദിച്ച മനുഷ്യനെ നാളെ പരലോകത്ത് കൊണ്ടുവരും. അയാൾ മിൻ അഹ്ലിന്നാർ, നരകാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ട, ഇവിടെ വെച്ചുകൊണ്ട് വലിയ സമ്പത്തിന്റെ മധ്യത്തിൽ ജീവിച്ച, അനുഗ്രഹങ്ങൾ ഒരുപാട് നേടി ജീവിച്ച മനുഷ്യന് നാളെ യൗമുൽ ഖിയാമത്തിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ടോ ആ മനുഷ്യനെ നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്നു, നരകത്തിൽ ഒന്ന് ഇറക്കിയിട്ട് കേറ്റുന്നു. അതിനുശേഷം സുമ്മയുഖാലു, അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, ഏ മനുഷ്യ, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, നീ വല്ല നന്മയും വല്ല ഗുണവും വല്ല അനുഗ്രഹവും വല്ല സുഖവും നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ദുനിയാവിൽ വെച്ചുകൊണ്ട് എനിക്ക് വല്ല സുഖവും കിട്ടിയിട്ടുണ്ടോ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു, ദുനിയാവിൽ വെച്ചുകൊണ്ട് വല്ല അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടോ ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്ന പർവ്വതമതി, ലാ വല്ലാഹി യാ റബ്ബി, ഇല്ല പടച്ചവനെ, എനിക്ക് ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ല, എനിക്കൊരു സുഖവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല. യഥാർത്ഥത്തിലാണെങ്കിലോ ആ മനുഷ്യൻ അനുഗ്രഹത്തിന്റെ മധ്യത്തിൽ തുള്ളിച്ചാടി ജീവിച്ച മനുഷ്യനായിരിക്കും. പക്ഷെ നരകത്തിന്റെ ചൂട് അല്പം സഹിക്കലോടുകൂടെ അവന്റെ മനം മാറി. ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും പിന്നെ അനുഗ്രഹങ്ങളല്ല, അയാൾക്ക് അങ്ങനെ അനുഗ്രഹമായി സുഖമായി അത് അനുഭവപ്പെടുകയുമില്ല, എല്ലാം മറന്നു പോവുകയാണ്. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്നാൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഏറെ പ്രയാസങ്ങൾക്ക് മധ്യത്തിൽ ജീവിച്ചു പോയ മനുഷ്യൻ, അയാളാണെങ്കിലോ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയാണ്, മുഅ്മിനാണ്, വിശ്വാസിയാണ്. പക്ഷേ ഇവിടെ ജീവിക്കാൻ സുഖം കിട്ടിയിട്ടില്ല. എന്നും അദ്ദേഹത്തിന് അസുഖങ്ങളായിരുന്നു, സാമ്പത്തികമായിട്ട് വളരെ പിറകിലായിരുന്നു, ശത്രുക്കളുടെ ആട്ടും തുപ്പും വെട്ടും വടിയുമെല്ലാം കണ്ടുകൊണ്ട് കേട്ട് സഹിച്ചുകൊണ്ട് ജീവിച്ചു പോയ മനുഷ്യൻ. ഈ മനുഷ്യനെ നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല കൊണ്ടെത്തിച്ചിട്ട്
ആ സ്വർഗത്തിലേക്കൊന്ന് ഇറക്കിയ ഉടനെ ആ മനുഷ്യനോട് ചോദിക്കപ്പെടുന്ന ചോദ്യം, യബ്ന ആദം, മനുഷ്യ, ഹൽ റഅയ്ത ബഅസൻ ഖത്തു, വല്ല പ്രയാസവും ദുനിയാവിൽ വെച്ചുകൊണ്ട് നീ അനുഭവിച്ചിട്ടുണ്ടോ? വഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, ദുനിയാവിൽ വെച്ചുകൊണ്ട് വല്ല അത്യാഹിതവും വല്ല പ്രയാസവും എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കപ്പെടുമ്പോ അദ്ദേഹം പറയുകയാണ്, ലാ വല്ലാഹി യാ റബ്ബി, ഇല്ല പടച്ചോനെ, എനിക്ക് ദുനിയാവെന്ന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇത് പറയാനുള്ള കാരണം ദുനിയാവിൽ വെച്ചുകൊണ്ട് ഏറെ സഹിച്ച മനുഷ്യനാണ്. പക്ഷെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആ അനുഭൂതി ഒന്നങ്ങ് അനുഭവിക്കുമ്പോഴേക്ക് ഞാൻ സഹിച്ച പ്രയാസവും ബുദ്ധിമുട്ടുകളൊന്നും പ്രയാസമോ ബുദ്ധിമുട്ടുകളോ അല്ല, അതെല്ലാം സിമ്പിളാണ്, നിസ്സാരമാണ് എന്ന മനുഷ്യന് ബോധ്യപ്പെടുകയാണ്. നേരെ മറിച്ച് ദുനിയാവിൽ വെച്ചുകൊണ്ട് ഏറെ സുഖം സഹിച്ച മനുഷ്യൻ നരകത്തിൽ കടക്കുമ്പോ ദുനിയാവത്തെ എല്ലാ സുഖം അങ്ങ് മറന്നു പോവുകയും ചെയ്യുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഈ ലോകത്ത് വെച്ചുകൊണ്ട് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാകണമെങ്കിൽ അതിന്റെ കൂടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ വരണം. അങ്ങനെ മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയണം, സ്വർഗത്തിലെത്തണം. അപ്പോഴേ ഇവിടത്തെ സുഖങ്ങളെല്ലാം സുഖമായി അനുഭവപ്പെടുകയുള്ളൂ. ഇത് അല്ലാഹു തആലാന്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ചിന്തകന്മാരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് എത്താൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. അവർ ബുദ്ധിയില്ലാത്തവരോണ്ടല്ല, ചിന്തിക്കാത്തത് കൊണ്ടല്ല, ഇസ്ലാമിനെയും മറ്റ് മതങ്ങളെയും താരതമ്യം ചെയ്യാത്തത് കൊണ്ടുമല്ല, അല്ലാഹു തആലാന്റെ പ്രത്യേകമായ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് വരാൻ കഴിയാത്ത എത്ര ആളുകളുണ്ടെന്നോ. പ്രവാചകന്മാര് പോലും നേരിട്ട് ക്ഷണിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരാൻ കഴിയാത്ത ആളുകൾ. നമുക്കൊന്നും നേരെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളി നേരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കേട്ടീമ കേട്ടല്ലേ നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിനെയും മനസ്സിലാക്കിയതും പഠിച്ചതും. നേരിട്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് പോലും ഇസ്ലാമിലേക്ക് വരാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്. ആരെല്ലാം ഉണ്ടെന്നോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം അടുത്ത ആളുകൾ, സ്വന്തം കുടുംബക്കാർ, അള്ളാഹുവിന്റെ റസൂൽ മാത്രമല്ല, കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ ചരിത്രത്തിലേക്ക് നാം മറിക്കുമ്പോ അവരുടെ എല്ലാം സ്വന്തക്കാര്, സ്വന്തം മക്കൾ, സ്വന്തം ഭാര്യ, സ്വന്തം പിതാവ്, സ്വന്തം പിതൃവ്യൻ ഇസ്ലാമിലേക്ക് വരാൻ പ്രവാചകന്മാരായി തന്റെ വീട്ടിൽ ആളുണ്ടായിട്ട് പോലും ആ പ്രവാചകർക്ക് ഉത്തരം നൽകി ഇസ്ലാമിലേക്ക് കടക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ ആളുകളൊക്കെ തികച്ചും ഹതഭാഗ്യരായ ആളുകൾ തന്നെയാണ്. അവർക്ക് ഇസ്ലാമിലേക്ക് ക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല, ഇസ്ലാമിലേക്ക് വിളിക്കപ്പെടാത്തത് കൊണ്ടല്ല, ഭാഗ്യമില്ലാത്തത് കൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് കടക്കാൻ കഴിയാത്ത ആളുകൾ ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ യഥേഷ്ടം കാണാൻ കഴിയും. അവരെയൊക്കെ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് അല്ലാഹു തആല നൽകിയ ഈ അനുഗ്രഹത്തിന്റെ പവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ ഓർത്തു നോക്കൂ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം പിതൃവ്യൻ അബൂ ത്വാലിബ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് ഗർഭത്തിലായിരിക്കെ തന്നെ മരണപ്പെട്ടു പോയി. പിന്നീട് തന്നെ പരിചരിച്ചതും സംരക്ഷിച്ചതും അവിടുത്തെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. അബ്ദുൽ മുത്തലിബ് വഫാത്തായപ്പോൾ പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അവിടുത്തെ പിതൃവ്യൻ അബൂ ത്വാലിബ് ആയിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, പ്രവാചകത്വം കിട്ടി. അതിനുശേഷവും ജീവിച്ച ആളാണ് ഈ അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വരാൻ സ്വാഭാവികമായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകൂലേ? ഇല്ലാതിരിക്കുമോ? കാരണം തന്റെ പിതാവിന് തുല്യമായി പിതൃതുല്യനായി പ്രവർത്തിച്ച പിതൃവ്യനാണ് അബൂ ത്വാലിബ്. ശത്രുക്കൾ തനിക്കെതിരെ ഒളിയമ്പുകളുമായിട്ട് വരുമ്പോൾ, പ്രതിരോധങ്ങളുമായിട്ട് വരുമ്പോ അതെല്ലാം തട്ടിത്തകർത്തുകൊണ്ട് തന്റെ സഹോദര പുത്രൻ എന്ന ആ ഒരു ബന്ധം കണക്കിലെടുത്തുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മതപ്രബോധനത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത അബൂ ത്വാലിബ്, ഈ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വരാൻ റസൂലുള്ളാഹിക്ക് എന്തുമാത്രം മോഹമുണ്ടാകും. ഒരുപാട് തവണ വിളിച്ചു നോക്കിയിട്ടുണ്ട്. വിളിച്ചിട്ട് വരാതപ്പോ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ടായി.
അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് നേർമാർഗം നൽകാൻ അങ്ങയെ കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല നേർമാർഗം നൽകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോളന്നില്ല, അല്ലാഹ് ആഗ്രഹിക്കണം, അപ്പോഴേ ഒരാൾക്ക് ഹിദായത്ത് കിട്ടൂ എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നത്. അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വന്നോ? ഒരുപാട് തവണ വിളിച്ചു എത്ര വിളിച്ചാലും അബൂ ത്വാലിബ് വരൂല. ഇസ്ലാം ദീൻ ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ടല്ല, ഇസ്ലാം മതമാണ് യഥാർത്ഥ പ്രസ്ഥാനം എന്ന ബോധ്യമുണ്ടായിട്ട് പോലും അബൂ ത്വാലിബിന് ഇസ്ലാമിലേക്ക് കടക്കാൻ ഭാഗ്യമുണ്ടായില്ല എന്ന് മാത്രം പറയാം. അബൂ ത്വാലിബ് പറഞ്ഞ വാക്കെന്താണെന്നോ? എന്റെ സഹോദര പുത്രനായ മുഹമ്മദ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സത്യപ്രസ്ഥാനമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങോട്ട് കേറുന്നില്ല. ഞാൻ ആ മതം സ്വീകരിച്ചാൽ ജനങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. ഖുറൈശികളെ നേതാവായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അബൂ ത്വാലിബ് എങ്ങാനും മതം മാറിയാൽ സഹോദരപുത്രന്റെ ഒപ്പം ചേർന്നു എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തും, അതുകൊണ്ട് മാത്രം ഞാൻ ഇസ്ലാമിലേക്കില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന ആളാണ് അബൂ ത്വാലിബ്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീനാ. അബൂ ത്വാലിബ് പറഞ്ഞ വാക്കാണിത്. എനിക്കറിയാം മുഹമ്മദ് പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനം സത്യപ്രസ്ഥാനമാണെന്ന്, പക്ഷേ ലൗലൽ മലാമ, ജനങ്ങളെ ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ പേടിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ മതം സ്വീകരിക്കുന്നതായിട്ട് മുഹമ്മദ് എന്നെ കാണാമായിരുന്നു. പക്ഷെ ആളുകൾ എന്ത് പറയുന്നു വിചാരിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് വരാത്തത് എന്ന് പറഞ്ഞ ആളാണ് അബൂ ത്വാലിബ്. ഭാഗ്യമില്ലാത്തത് കൊണ്ട് എന്ന് മാത്രമല്ലേ പറയാൻ പറ്റൂ, ബോധ്യം വരാത്തത് കൊണ്ടല്ല. അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് കടക്കാൻ പടച്ചോൻ തൗഫീഖ് നൽകിയില്ല. എന്ത് ചെയ്യാനാണ്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം വിഷമിച്ചു. എന്തുകൊണ്ട്? തന്റെ പിതാവിനെ പോലെ തന്നെ പോറ്റി വളർത്തിയ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിന്റെ അവസാന ഘട്ടത്തിൽ പോലും അബൂ ത്വാലിബിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി സമീപിച്ചു. ഏതാണ്ട് മരണത്തോട് അടുത്തെത്തിയിട്ടുണ്ട്, മരണത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അന്തിമ ഘട്ടത്തിലെങ്കിലും ഒന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ എന്റെ പിതൃവ്യന്റെ കൂടെ സ്വർഗത്തിൽ വിരാജിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിനെ സമീപിക്കുകയാണ്. ചെന്ന് നോക്കുമ്പോ രോഗശയ്യയിൽ കിടക്കുന്ന അബൂ ത്വാലിബിന്റെ അടുത്തിരിക്കുന്നത് ആരാണെന്നോ? فوجد عنده أبا جهل وعبد الله بن أبي أمية بن المغيرة. ചെന്ന് നോക്കുമ്പോ അബൂജഹലും അബ്ദുല്ലാഹിബിൻ അബൂ ഉമയ്യയുമാണ് അബൂ ത്വാലിബിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്. അബൂജഹൽ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ അബൂജഹലും അതേപോലെ അബ്ദുല്ലാഹിബിൻ അബി ഉമയ്യ എന്ന് പറയുന്ന മറ്റൊരു ഇസ്ലാമിന്റെ ബദ്ധവൈരിയും, ഇവർ രണ്ടുപേരും അവിടെ നിന്ന് അബൂ ത്വാലിബിനെ എങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുക, അബൂ ത്വാലിബിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും മുഹമ്മദിന്റെ കൂടെ പോവരുത് ട്ടോ. എന്താ അവരെ പ്രശ്നം എന്നറിയാമോ? അബൂ ത്വാലിബ് ആ അന്തിമ ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നാൽ അബൂ ത്വാലിബിനെ പിമ്പറ്റിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടക്കും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ക്ഷീണം ചെയ്യും. അതുകൊണ്ട് അബൂ ത്വാലിബിനെ തടഞ്ഞു നിർത്തേണ്ടത് അവരാവശ്യമാണ്. അവിടെ പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അബൂ ത്വാലിബിനോട്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്. എന്റെ പൊന്നു പിതൃവ്യ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് മൊഴിയണേ, എന്നൊന്ന് പറയണേ. കലിമതൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, ഒരു വാക്ക്, ആ വാക്കങ്ങ് പറഞ്ഞാൽ അങ്ങേക്ക് വേണ്ടി നാളെ ഞാൻ അല്ലാഹു തആലയുടെ അടുത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ സ്വർഗത്തിലേക്ക് ഞാൻ എത്തിക്കും. ഇതൊന്ന് പറഞ്ഞാൽ മതി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലോ വീണ്ടും വീണ്ടും ഈ വാക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.
റസൂലുള്ളാന്റെ വാക്ക് ചാതുരിയിൽ വിധേയപ്പെട്ടുകൊണ്ട് വഴങ്ങിക്കൊണ്ട് അബൂ ത്വാലിബ് അവസാന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇസ്ലാമിലേക്ക് പോകുമോ എന്ന പേടി അബൂ ജഹലിനും അബ്ദുല്ലാഹിബ്നു അബൂ ഉമയ്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നിങ്ങളെ പിതാവ് അബ്ദുൽ മുത്തലിബ് കാണിച്ച ഒരു വഴിയില്ലേ വിഗ്രഹാരാധനന്റെ മാർഗം, ആ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോവുകയാണോ എന്ന് മറുഭാഗത്തിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാന ഘട്ടത്തില് അള്ളാഹുവിന്റെ റസൂല് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്നു, അല്ല ബഹുദൈവാരാധനയിലേക്ക് മറ്റേ ആൾക്കാരും ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ രണ്ട് ശക്തികളും രണ്ട് ഭാഗത്തിലും പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ ആവർത്തിച്ച് പറഞ്ഞു നോക്കി. എന്തുണ്ടായി എന്നോ? അവസാനം അബൂ ത്വാലിബ് പറഞ്ഞ വാക്കെന്തായിരുന്നുവെന്നോ? ഹത്താ ഖാല അബൂ ത്വാലിബിൻ ആഖിറ മാ കല്ലമഹും ബിഹി ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അവസാനമായി സംസാരിച്ച വാക്ക് അദ്ദേഹം അബ്ദുൽ മുത്തലിബിന്റെ കക്ഷിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് മരണപ്പെട്ടു പോയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. എത്ര വിഷമുണ്ടാവും അല്ലാഹുവിന്റെ റസൂലിന്. ഇത് ചില്ലറ പ്രശ്നമല്ല. ഭൗതികമായ ലോകത്തെന്തെങ്കിലും അനുഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ തിരിച്ചെടുക്കുവാനും തിരിച്ചു പിടിക്കുവാനും അവസരമുണ്ടെന്ന് വിചാരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ കണ്ണടച്ചാൽ നാളെ പരലോകത്ത് ശാശ്വതമായി നരകത്തിൽ കടക്കേണ്ടി വരും. ഇത് സഹിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയുമോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമാ വല്ലാഹി ല അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻക, ഞാൻ അങ്ങേക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിച്ചുകൊണ്ടിരിക്കും. മാലം ഉൻഹാൻക, താങ്കൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ താങ്കൾക്ക് പൊറുക്കല്ല ചോദിക്കുന്നതില്ലെന്ന് എനിക്ക് വിലക്ക് ഏർപ്പെടുത്തപ്പെടാതിരിക്കുകയാണ് എങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ പാപം പൊറുക്കാൻ വേണ്ടി ഞാൻ റബ്ബിനോട് പറയും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിനോട് പറയുകയാണ്. അള്ളാഹ് വിലക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പാപങ്ങളെ പുറത്തു കൊടുത്തിട്ട് നാളെ പരലോക വിജയികളെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി ഞാൻ പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു തആല എന്ത് ചെയ്തു വന്നോ? വിലക്കങ്ങ് ഏർപ്പെടുത്തി. അള്ളാഹു തആല പറഞ്ഞു, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ, പ്രവാചകർക്കും സത്യവിശ്വാസികൾക്കും അനുയോജ്യമായ കാര്യമല്ല അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി ദോഷം പൊറുക്കുവാൻ ആവശ്യപ്പെടുക എന്നത് പ്രവാചകന്മാർക്ക് പറ്റിയ പണിയല്ല, മുഅ്മിനീങ്ങൾക്ക് പറ്റിയ പണിയല്ല. വലൗ കാനൂ ഉലീ ഖുർബ, അടുത്ത കുടുംബക്കാരാണെങ്കിൽ പോലും മുശ്രിക്കുകളായിട്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകാവകാശികളാണെന്ന് ബോധ്യപ്പെട്ട ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വിസമ്മതിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി, അങ്ങനെ നരകത്തിലേക്ക് പോകാനുള്ളവരാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവരെ പാപം പൊറുക്കുവാൻ വേണ്ടി റബ്ബിനോട് പറയുക എന്നത് വിശ്വാസികൾക്കോ പ്രവാചകർക്കോ അനുയോജ്യമായ കാര്യമല്ല എന്ന് ആയത്തിറങ്ങിയപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വാതിലും അടഞ്ഞു. നോക്കൂ, പ്രവാചകൻ അങ്ങേ അറ്റം ആഗ്രഹിച്ചിട്ട് പോലും അബൂ ത്വാലിബിന് ഇസ്ലാമിലേക്ക് കടക്കാൻ അല്ലാഹു തആലാന്റെ തൗഫീഖ് കിട്ടാത്തത് കൊണ്ട് മാത്രം സാധിച്ചില്ല. ആ ഇസ്ലാമിലാണ് ഞാനും നിങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് കയറിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുക. ഇത് ഒരു അബൂ ത്വാലിബിന്റെ കാര്യം മാത്രമല്ല, കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് എത്തിപ്പാടി നോക്കുകയാണ് എങ്കിൽ എത്ര പ്രവാചകന്മാരുണ്ടെന്നോ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊക്കെ അടുത്ത കുടുംബക്കാര് പോലും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് വന്നിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ചരിത്രം പറഞ്ഞാൽ ദീർഘമായി പോകും, ഞാൻ ചുരുക്കി മാത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കാലം ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തിയ ഒരു പ്രവാചകനാണ്. 950 പ്രയാസകരമായ വർഷങ്ങൾ ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയും കാലം പ്രബോധനം നടത്തിയിട്ട് എന്ത് കിട്ടിയെന്നോ? ഈ രണ്ട് കയ്യിലെ വിരല് കൊണ്ട് ഇങ്ങനെ എണ്ണിയാ തീരും നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ വിശ്വസിച്ച ആളുകളെ. അത്ര പരിമിതമായ ഉമ്മത്തിന് മാത്രമേ നൂഹ് നബിക്ക് കിട്ടിയതുള്ളൂ. വേറെ ആരും വിളിച്ചാ വരൂല. നൂഹ് ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കൊച്ചാക്കി കളിയാക്കുക എന്നല്ലാതെ പറയുന്ന ആദർശം ഉൾക്കൊണ്ടുവരാൻ ആരും തയ്യാറായില്ല. വളരെ പ്രയാസപ്പെട്ട പ്രവാചകരാണ്. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസ്ഥ. നൂഹ് നബി അലൈഹി സ്വലാം തന്നെ പറയുന്നുണ്ട്, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. പടച്ചവനെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ എന്റെ സമുദായത്തെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ വിളിക്കുമ്പോ അടുക്കേണ്ടതിന് പകരം അവർ അകന്നു പോവുകയാണ്. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا. ഞാൻ അവരെ വിളിക്കുകയാണെങ്കിൽ നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഒന്ന് വരൂ ഇസ്ലാമിലേക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ ജഅലു അസ്വാബിഅഹും ഫീ ആദാനിഹിം, അവരെ ചെവിയിൽ അവർ വിരല് വെക്കും. എന്തിന്? എന്റെ വിളി കേൾക്കാതിരിക്കാൻ വേണ്ടി. വസ്തഗ്ശൗ തിയാബഹും, അവർ വസ്ത്രം കൊണ്ട് മൂടിപ്പൊതച്ചിട്ട് തന്റെ ശബ്ദം കേൾക്കാതിരിക്കുവാനുള്ള സൂത്രങ്ങൾ പ്രയോഗിക്കും. വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അവിശ്വാസത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും അവർ അഹങ്കാരികളായിട്ട് കഴിയുകയും ചെയ്തു. നൂഹ് നബി അലൈഹി സ്വലാം പറയാ, സുമ്മ ഇന്നി ദഅഉതുഹും, ഞാൻ പിന്നെയും വിളിച്ചു, ജിഹാറ, പരസ്യമായിട്ട് വിളിച്ചു. സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ, പിന്നെ സ്വകാര്യമായി വിളിച്ചു നോക്കി. പരസ്യമായി വിളിച്ചാ വരൂല, സ്വകാര്യമായി ഓരോ വ്യക്തികളെ നോക്കും, എങ്ങനെ വിളിച്ചാലും വരൂല. ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ചെയ്തു പോയതിൽ നിന്ന് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, അല്ലാഹു പുറത്തു തരുമെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ എത്ര വിളിച്ചിട്ടും വരില്ല. അവസാനം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹി കെട്ടു. നൂഹ് നബി അവസാനം പറഞ്ഞു, പടച്ചവന്, ഈ വർഗത്തെ നീ ഈ ഭൂമിന്റെ ഉപരിതലത്തിൽ ബാക്കിയാക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് ഇവർക്ക് സമക്കാരായ കുറെ എണ്ണത്തിന് മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അവരെ കൊണ്ട് യാതൊരു ഗുണവും കിട്ടൂല. അതുകൊണ്ട് ഈ വർഗത്തെ നീ അന്ന് നശിപ്പിച്ച് കളഞ്ഞളാ എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഗത്യന്തരമില്ലാത്തതുകൊണ്ട് നടത്തിയ ദുആയായിരുന്നു അത്. ആ ദുആന്റെ ഉത്തരമായിട്ട് അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, ശരി എങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാൻ പോവുകയാണ്, ഒരു കപ്പൽ തയ്യാറാക്കിക്കൊള്ളുക. കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പടുകൂറ്റൻ കപ്പലുണ്ടാക്കി. എവിടെ? കരയിലാ കപ്പലുണ്ടാക്കുന്നത്. കരയിൽ കിടക്കുന്ന കപ്പൽ എങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞ് ജനങ്ങൾ കളിയാക്കാൻ തുടങ്ങി. ആദ്യമേ ഞങ്ങൾ പറഞ്ഞില്ല നൂഹിന് ഭ്രാന്താണ് എന്ന്. ഇപ്പൊ കണ്ടില്ലേ, മൂച്ചി ഭ്രാന്ത മനസ്സിലായില്ലേ? കാരണം കരയിൽ കൊണ്ടുപോയി കപ്പലുണ്ടാക്കിയിട്ട് ആരാ, കലാസികളോ ആരോ വലിച്ച് കടലിൽ കൊണ്ടുപോയി ഇറക്കുക? അതിനാരാ? നൂഹിന്റെ കൂടെ അണികളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ നൂഹ് നബിയെ കളിയാക്കാൻ തുടങ്ങി. എന്തായാലും ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കി. പക്ഷേ കപ്പൽ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടു പോകേണ്ട ആവശ്യമുണ്ടായില്ല. വെള്ളം കപ്പലിനെ തേടി ഇങ്ങോട്ട് കയറി വന്നു. ഒരു വലിയ ജലപ്രളയം, ഒരു മഹാമാരി വർഷിച്ചു. ഭൂമിന്റെ അടിഭാഗത്തിൽ നിന്ന് ഉറവയായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്തിൽ നിന്ന് പേമാരിയായി മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ജലപ്രളയം തന്നെ അങ്ങുണ്ടായി. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ജലപ്രളയം. നമ്മളൊക്കെ കണ്ടല്ലോ വലിയൊരു പ്രളയം. ഒന്നുമല്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജലപ്രളയം ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഭൂമി മുഴുക്കെ മുങ്ങി, എല്ലാം മുങ്ങി. ഒരു കുന്നും പുറവും ബാക്കിയായില്ല. എല്ലാ മലന്റെ മുകൾ ഭാഗത്തേക്കും വെള്ളം കൂടിയ, വെള്ളം കയറിയ ഒരു ജലപ്രളയമായിരുന്നു. അപ്പൊ കപ്പൽ വെള്ളത്തിലേക്ക് വെറുതെ ഇറങ്ങി. നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞു, താങ്കളെ കൂടെ വിശ്വസിച്ച ആളുകളില്ലേ, അവരാ കപ്പലിൽ കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസികൾ കപ്പൽ കയറി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറി. തിരമാലകര മുറിച്ച് കടന്നുകൊണ്ട് കപ്പൽ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കപ്പലിലില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കപ്പലിൽ കയറിയിട്ടില്ല.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ നോക്കുമ്പോ കാണാനില്ല. മകൻ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൻആൻ എന്ന് പറയുന്ന മകൻ വിശ്വസിച്ചിട്ടില്ല. നൂഹ് നബി സ്വന്തം പിതാവ് വീട്ടിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രവാചകരാ. സ്വന്തം മകൻ പോലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മകനെ സങ്കടത്തോടു കൂടെ വിളിക്കുന്ന ആ അനുഭവം അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ ഹൂദ് സൂറത്തിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു തആല പറയാ, വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. പർവ്വത സമാനമായ തിരമാലകളിലൂടെ ആ കപ്പൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വനാദാ നൂഹുൻ ഇബ്നഹു, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ മകനെ വിളിച്ചു. ആ മകൻ വകാന ഫീ മഅ്സൽ, നൂഹ് നബിയിൽ നിന്ന് ഒരുപാട് അകലെയാണുള്ളത്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറെ അകലെ. ആ മകനെ വിളിച്ചു, മോനെ വാ, യാ ബുനയ്യർകം മഅനാ, എന്റെ പൊന്നുമോനെ ഞങ്ങളെ കൂടെ ഈ കപ്പലിൽ വന്നിട്ട് കേറ്. പക്ഷെ എല്ലാവർക്കും കപ്പലിലേക്ക് പെർമിഷൻ ഇല്ല, ടിക്കറ്റ് എടുക്കണം. എന്താ ടിക്കറ്റ്? നൂഹ് നബിയെ പ്രവാചകരായിട്ട് അംഗീകരിക്കുക, അല്ലാഹു തആല അല്ലാതെ ആരാധനക്ക് അർഹരില്ല എന്ന് അംഗീകരിക്കുക. ഇതാ കപ്പലിൽ കയറാനുള്ള പെർമിഷൻ എടുത്തുകൊണ്ട് ഈ കപ്പലിൽ കയറണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനോട് പറഞ്ഞു, വലാ തകും മിനൽ കാഫിരീൻ, നീ അവിശ്വാസികളെ കൂട്ടത്തിൽ പെടരുത്, നീ ഇസ്ലാമിലേക്ക് വരണം, കപ്പലിൽ കയറണം. ഈ മകൻ പറഞ്ഞ വാക്കെന്തെന്ന് കേൾക്കണോ? അല്ലാഹു തആല പറയാ, ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയല്ലേ കപ്പലിൽ കയറാൻ പറയുന്നത്. അതാ അവിടൊക്കെ കുറെ മലകളൊക്കെ പൊങ്ങി നിൽക്കുന്നത് വെള്ളത്തിന് മുകൾ ഭാഗത്ത് കാണുന്നുണ്ടല്ലോ. ഞാൻ നീന്തിയിട്ട് ആ മലയുടെ അടുത്തേക്ക് എത്തി അതിൽ അള്ളിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടോളാം, എന്നാലും മുസ്ലിമായിട്ട് ഞാൻ കപ്പലിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, ഇന്ന് മോനെ അല്ലാഹു തആല ഒരുക്കിയതായ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല, ഒന്നും ബാക്കി കടക്കൂല, അങ്ങോട്ടൊക്കെ വെള്ളം കയറും എന്ന് പറഞ്ഞു. കേറി, വെള്ളം അങ്ങോട്ടും കേറി. എവിടെയും പറ്റിപ്പിടിച്ച് നിൽക്കാൻ തെങ്ങിന്റെ മുകൾ ഭാഗമോ കഴുകിന്റെ മുകൾ ഭാഗമോ ഇല്ല. വലിയ വലിയ മലക്ക് മുകൾ ഭാഗത്ത് അതിനേക്കാൾ വെള്ളം പൊങ്ങിക്കിടക്കുകയാണ്. പിന്നെ ഒരു രക്ഷയില്ല, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങനെ. നൂഹ് നബിയുടെയും മകന്റെയും ഇടയിൽ ഒരു തിരമാല ഉയർന്നു വന്നു. ആ തിരമാലക്ക് അപ്പുറത്താണ് മകൻ, ഇപ്പുറത്താ നൂഹ് നബി. നേരെ കൺമുമ്പിലാണ്, കാണിച്ചു കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഒരു മറ ഇട്ടിട്ട് അവിടെ വെള്ളത്തിൽ അങ്ങ് മുങ്ങി താഴ്ന്നു പോയി ആ മകൻ, സ്വന്തം മകൻ. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ? അവനാന്റെ സ്വന്തം മക്കള് ഇസ്ലാമിലേക്ക് വരാതെ അവിശ്വാസിയായി മാറി. എത്ര പറഞ്ഞിട്ടും ഇസ്ലാമിലേക്ക് വരണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് പോലും അനുസരിക്കാതെ അവസാനത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി മരിക്കുന്നത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു. പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ? അല്ലാഹു തആല ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടക്കണം എന്നങ്ങ് വിചാരിക്കാതെ ഒരാൾക്കും ഈ മതത്തിലേക്ക് കടക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് നൂഹ് നബിക്ക് പോലും ആ ഭാഗ്യം, നൂഹ് നബിന്റെ മകന് പോലും ആ ഭാഗ്യം നിഷേധിക്കപ്പെട്ടത്. നൂഹ് നബിന്റെ ഭാര്യ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് അല്ലെങ്കിൽ പിതൃവ്യൻ ആസർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. എത്ര ഉണ്ട് ചരിത്രത്തിലെന്നോ? നമ്മളൊക്കെ ഇപ്പൊ മുസ്ലിമീങ്ങളാ. എവിടുന്ന് കിട്ടി നമുക്ക് ഇസ്ലാം? അള്ളാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹം എന്നല്ലേ പറയാൻ പറ്റൂ. ഈ അനുഗ്രഹത്തെ കളഞ്ഞു കുളിക്കാതെ അതിനുള്ള കടപ്പാടുകളും പ്രതിബദ്ധതകളും പൂർണ്ണാർത്ഥത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നാം അങ്ങേ അറ്റം ബാധ്യസ്ഥരാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബിന്റെ ഭാര്യ, ഇവരൊക്കെ അവിശ്വാസികൾക്കുള്ള മാതൃകാ വനിതകൾ എന്ന അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്. അവിശ്വാസികൾക്കുള്ള മുൻഗാമികൾ. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെയും നൂഹിന്റെ നബിന്റെ ഭാര്യയെയും അവിശ്വാസികൾക്കൊരു സാമ്പിൾ ആക്കിയിരിക്കുന്നു, ഉദാഹരണമാക്കിയിരിക്കുന്നു അല്ലാഹു തആല. കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ.
സ്വാലിഹീങ്ങളായ എന്റെ അടിമകളെ കൂട്ടത്തിൽപ്പെട്ട 2 അടിമകൾക്ക് കീഴിലാ അവരുണ്ടായിരുന്നത്. ആരാ സ്വാലിഹായ 2 അടിമകൾ? നൂഹ് നബിയും ലൂത്ത് നബിയും. സ്വാലിഹീങ്ങളായ എന്റെ 2 അടിമകൾക്ക് കീഴിൽ ഭാര്യമായി കഴിഞ്ഞുകൊണ്ടിരുന്ന അവർ, പക്ഷേ അവർ അവിശ്വാസികളായി പോയി. ഫഹാനതാഹുമാ, അവർ രണ്ടും ആ ഭർത്താക്കന്മാരാകുന്ന സ്വാലിഹീങ്ങളായ എന്റെ പ്രവാചകന്മാരെ വഞ്ചിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. അല്ലാഹു തആല പറയുകയാണ്, ആ പ്രവാചകന്മാർ ഭർത്താക്കന്മാരായി ഉണ്ടായി എന്നുള്ള കാരണം കൊണ്ട് അല്ലാഹു തആല ഒരുക്കി വച്ച ശിക്ഷയിൽ നിന്ന് ഒന്നും തടയാൻ കഴിഞ്ഞില്ല. പ്രവാചകന്മാർക്കും തടയാൻ കഴിയൂല. അല്ലാഹു തആല ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ കടക്കുന്നവരോട് കൂടെ നരകത്തിലേക്ക് പോയിക്കോളൂ എന്ന് അവരോട് പറയപ്പെടും. ആര്? നൂഹ് നബിന്റെ ഭാര്യ, ലൂത്ത് നബിന്റെ ഭാര്യ. ഇതാണ് ചരിത്രം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭ്രാന്തനാണ് എന്ന് ആരോപിക്കുന്നവരാണല്ലോ ആ നാട്ടുകാര്. ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവിടുത്തെ ഭാര്യ. എന്ന് മാത്രമല്ല, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ പറഞ്ഞു 950 വർഷക്കാലം നടന്നിട്ടും തുച്ഛമായ ആളുകളെ വന്നിട്ടുള്ളൂ. ആരെങ്കിലുമൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ അപായപ്പെടുത്തുവാൻ വേണ്ടി അവിടുത്തെ കിങ്കരന്മാർ ഓടിയെത്തും. വീട്ടിലെ ഭാര്യയാണല്ലോ ആദ്യം ഇവരറിയാം. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഭാര്യ മെസ്സേജ് കൊടുക്കും നാട്ടുകാരിലേക്ക്. അവർ ഓടി വരും, അപായപ്പെടുത്തും, ശല്യം ഉണ്ടാക്കും. ഇതാ ഭാര്യ ചെയ്ത ചാരപ്പണി. സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുക്കുക, തന്റെ ഭർത്താവിന്റെ അടുത്ത് ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആളുകളെ അപായപ്പെടുത്തുവാൻ വിവരം നൽകിക്കൊണ്ടിരിക്കുക. ലൂത്ത് നബിന്റെ ഭാര്യയോ അങ്ങേയറ്റം വൃത്തികേട് പ്രവർത്തിക്കുന്ന പെണ്ണായിരുന്നു. ലൂത്ത് നബിയുടെ സമുദായത്തിന് മൊത്തത്തിൽ തകരാറുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പ്രകൃതി വിരുദ്ധമായ ലൈംഗിക വീഴ്ചകൾക്ക് വേണ്ടി ആണുങ്ങളെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഭാഗം. അതുകൊണ്ട് തന്നെ തൊലിക്ക് വെളുപ്പുള്ള കാണാൻ ഭംഗിയുള്ള ഏതെങ്കിലും ആളുകൾ ചെറുപ്പക്കാർ വന്നു എന്ന് കേട്ടാൽ ലൂത്ത് നബിക്ക് പേടിയാണ്. തന്റെ നാട്ടുകാർ ഇവരെ പിടിച്ചിട്ട് വൃത്തികേടുകൾ പ്രവർത്തിക്കുമോ എന്നുള്ള പേടിയാണ്. ലൂത്ത് നബി കുറെ പറഞ്ഞു നോക്കി. ഇതാ ഇവിടെ പെൺകുട്ടികളുണ്ട്, നിങ്ങൾ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ പെണ്ണുങ്ങളെ ഉപയോഗപ്പെടുത്തിക്കോളൂ, വിവാഹം കഴിച്ചോളൂ. പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നൂഹ, നിനക്കറിയില്ല, ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ ആവശ്യമില്ല, ഞങ്ങൾക്ക് ആണുങ്ങളെ വേണ്ടത്. ഇതാണ് ലൂത്ത് നബിന്റെ കൗമ്. തന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ വന്നു എന്ന് വിവരം കൊടുക്കുന്ന പണിയാണ് ഭാര്യ വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ എന്തെല്ലാം കഴിഞ്ഞുപോയി ചരിത്രത്തിലെന്നോ. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവരെ ഭാര്യമാർ ഇസ്ലാമിലേക്ക് വന്നില്ല. ചരിത്രത്തിൽ ധാരാളം കാണും. ആ ഇസ്ലാമിനെ എത്രത്തോളം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് അവസരമുണ്ടോ, സൗകര്യമുണ്ടോ, അത്രയും മിർക്ക പിടിച്ചുകൊണ്ട് നാം മുന്നേറണം. അങ്ങനെ നാം മരിക്കുന്ന സമയത്തും നമ്മുടെ ഈ ഇസ്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. അല്ലാഹു തആല ഈ ഈമാനിനെ, ഇതിനേക്കാൾ പവർ കൂടിയ ഈമാനിനെ മരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം നമ്മുടെ ഈമാൻ പോകാൻ പാടില്ല. ഈമാൻ അവസാനം വെച്ച് പോയാൽ മാർക്ക് പോയി. പിന്നെ നമ്മൾ കുറെ കാലം ചെയ്തൊന്നും ഫലമില്ലാതെയായി പോവുകയും ചെയ്യും. ആയതുകൊണ്ട് ഈ ഇസ്ലാമിനെ ചോർന്നു പോവാതെ, കൈവിട്ടു പോവാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എല്ലാവരും അതിനു വേണ്ടി ഇസ്ലാമിനെ പരമാവധി നമ്മുടെ മുമ്പിൽ നാം ഉയർത്തിപ്പിടിക്കണം. ഒരുപാട് ചിന്താധാരകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയും അതുപോലെ പല സംവിധാനങ്ങളും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതും കേൾക്കും. ഇസ്ലാമിൽ നമ്മളെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ട പല വാക്കുകളും നല്ല പ്രസംഗങ്ങളൊക്കെ നല്ല വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വാക്ക് ചാതുരിയുള്ള ആളുകളെ സംസാരം കേൾക്കുമ്പോ ഇവര് പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പോവരുത്. അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച ഈ ഇസ്ലാം സത്യപ്രസ്ഥാനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് കൈവിട്ടു പോയാൽ നാം എന്നേക്കും നഷ്ടത്തിലായി മാറും. പരലോകത്ത് നാം ശാശ്വത പരാജയത്തിൽ അകപ്പെട്ടു പോവേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ പിൻപറ്റി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.